സോ ഹായ് ഹലോ. ഇപ്പോൾ നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് വന്നു വിചാരിച്ചു. ഇറങ്ങാൻ ഞാൻ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തിയേറ്ററിലോട്ട് ഓടിക്കേണ്ട അവസ്ഥയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സിനിമ തുടങ്ങാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് തുടങ്ങുന്നതിന് മുമ്പേ എത്താൻ പറ്റി. നമ്മൾ സ്വന്തം വിജയ് സേതുപതിയുടെ റീസെൻ്റിൽ ഇറങ്ങിയ തലവൻ തലവിക്കാണ് ഞങ്ങൾ പോയത്. ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എൻ്റർടൈനിങ് ട്രെയിലർ ആയിക്കോട്ടെ, ഭയങ്കര എൻ്റർടൈനിങ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മൂവി തന്നെ ചൂസ് ചെയ്തത്. സോ നമുക്ക് മൂവി കാണാം എങ്ങനെ ഉണ്ടാകും. അപ്പോൾ മൂവി അടിപൊളിയായിരുന്നു. കാരണം എൻ്റർടൈൻമെൻറ്റ് ആയാലും കോമഡി ആയാലും 100% വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഔട്ട് വേറെ ഒന്നുമല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു അൺനെസറി ഫാമിലീസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നവും കാര്യങ്ങളും. സോ അതിനൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നത് ആ ഒരു തീമിലാണ് സ്റ്റോറി പോകുന്നത്. അടിപൊളിയായിട്ട് കോമഡിയും എൻ്റർടൈൻമെൻറ്റും കൂടി വർക്ക്ഔട്ട് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പോകുന്നത് കപ്പിളായിട്ട് തന്നെ പോവുക. കാരണം കപ്പിളായിട്ട് പോകുമ്പോഴേ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളെല്ലാവരും പോയി കാണാം. എന്താണ് അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നം? അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നം അവർ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ? നിങ്ങളാണ് ഞങ്ങള് പിണങ്ങി പോവും. പക്ഷെ പോകുന്ന എന്തിനാ? പറഞ്ഞു വരാൻ പറ്റില്ല. കൈത്തൊഴിലായിരുന്ന നിങ്ങൾ പറയും വരണം. വന്നില്ലെങ്കിലാണ് തെറ്റ്. വന്നില്ലെങ്കിൽ തെറ്റ്, അത് നിങ്ങളെ തെറ്റ്. ഇടയ്ക്ക് ഞാനാണ് വരുന്നത്. கடுப்பாகுது மேடம், எனக்கு அப்படியே கடுப்பாகுது. നിങ്ങള് വിജയ് സേതുപതിയെ പോലെ അഭിനയിക്കൂ. നിങ്ങൾ രോഹിത് മുരളിയെ പോലെ അഭിനയിക്കൂ. അല്ലെങ്കിൽ രോഹിത് ശർമ്മയെ പോലെ അഭിനയിക്കൂ. എന്ത് നിങ്ങൾ എന്റെ പുറകെ അതേപോലെ വരൂ. ഞാൻ വീട്ടിൽ പണങ്ങി പോയാ നടിക്കാതെ സ്നേഹം കൊണ്ടിട്ടല്ലേ. എനിക്കുണ്ട്. നിങ്ങൾ കാലി പിടിക്കോ? രണ്ട് പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം. ഓക്കെ, 4 പ്രാവശ്യം. ജീവിതമാണ് സിനിമ ആവുന്നത്. ഹലോ ഗൈസ്.